Alhamdulillahil azimil qudrati wasyaan shadidil batshi wal burhan hafizad din wal Qur'an bismillahi ma sya'allahu kan Bismillahirrahmanirrahim. Nahnu naqussu 'alaika naba'ahum bil haqq. Innahum fityatun amanu bi rabbihim wa zidnahum huda. Sadaqallahul 'azim. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, നാം ഈ പറയുന്നതും കേൾക്കുന്നതും കൂടലും പിരിയലുമൊക്കെ റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഏറ്റവും സമ്പന്നവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് യുവത്വം എന്ന് പറയുന്നത്. ഈ യുവത്വം കേവലം മനുഷ്യർക്ക് മാത്രം പ്രത്യേകമായ ഒരു പ്രമേയമല്ല. അല്ലാഹുവിന്റെ അനന്തകോടി സൃഷ്ടികളുമായി ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ചേതന ഉള്ളതും അചേതനവുമായ ഏതെല്ലാം സൂക്ഷ്മങ്ങളായ പടപ്പുകളുണ്ടോ അവ എല്ലാത്തിനും യുവത്വമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. എന്താണ് സുഹൃത്തുക്കളെ യുവത്വത്തിന്റെ തഅരീഫ്? എന്താണ് യുവത്വത്തിന്റെ ഡെഫിനിഷൻ? പടച്ച റബ്ബ് പടച്ചിട്ടുള്ള പടപ്പുകളിൽ യുവത്വം എന്താണെന്ന് ചോദിച്ചാൽ ആ പടപ്പുകളെ സൃഷ്ടിച്ചതിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന പ്രയോജനം അതേറ്റവും ആരോഗ്യ സമ്പന്നമായി പ്രതിഫലിപ്പിക്കേണ്ടുന്ന ഒരു സമയമാണ് അവന്റെ യുവത്വം, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ യുവത്വം. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എന്താണ് യുവത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമുക്കറിയാം, ശൈശവത്തിൽ നമുക്ക് മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. വാർദ്ധക്യമെത്തിയാൽ നമ്മുടെ ശരീരത്തിന്റെ അവശത തന്നെ നമ്മെ നിയന്ത്രിക്കും. എന്നാൽ യുവത്വം ഇതിൽ നിന്നൊക്കെ വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരാളും നിയന്ത്രിക്കാനില്ലാത്ത, എന്ത് ചെയ്യാനും എല്ലാത്തിനും സ്വാതന്ത്ര്യവും ശേഷിയും ലഭിക്കുന്നൊരവസ്ഥ. ഈ അവസ്ഥയെ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗിക്കുന്നിടത്താണ് ഏതൊരു മനുഷ്യന്റെയും വിജയം തീരുമാനിക്കുന്നത്. അതുകൊണ്ടല്ലേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാളെ മഹ്ശറവൻ സഭയിൽ ചാണുമീതെ സൂര്യതാപം ഇങ്ങനെ കത്തിജ്വലിക്കുന്ന സമയത്ത് യൗമലാ ദില്ല ഇല്ലാ ദില്ലുഹു, മനുഷ്യരാകെ പരിഭ്രാന്തിയിലകപ്പെടുന്ന ആ കഠിന സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ എണ്ണിയപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രണ്ടാമതായി അവിടുന്ന് എണ്ണിയത് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അതേ യുവത്വത്തിന്റെ തുടിപ്പിലും പരിപാലിക്കുന്ന റബ്ബിനെ മറക്കാത്ത, സദാസമയവും റബ്ബിന്റെ ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടുന്ന യുവാക്കളുണ്ടല്ലോ, അവരെയാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അർശിന്റെ തണൽ ലഭിക്കുന്ന ആ മഹത്വമായ വിഭാഗത്തിൽ എണ്ണിയത്. അതുകൊണ്ട് യുവത്വത്തിന്റെ ചാബല്യങ്ങളിൽ നിന്ന് നാം വഴിമാറി സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അഭിനവകാല ന്യൂ ജനറേഷനിൽ ഇന്നത്തെ യുവത്വം, അഭിനവകാല ന്യൂ ജനറേഷനിൽ ഇന്നത്തെ യുവത്വം അണുകുടുംബത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിൽ ഉപോൽപ്പന്നം പോലെ KFCയും ബർഗറും പിസ്സവും മാത്രം തിന്നു പഠിച്ചു പോയി രാവിലെ കിടക്കപ്പാഴയിൽ നിന്ന് എഴുന്നേറ്റാൽ മൊബൈൽ ഡാറ്റയിൽ ബാക്കി എത്ര GB ഉണ്ടെന്ന് തിരഞ്ഞു നടന്ന് മൊബൈൽ ഡാറ്റ തീർന്നു പോയാൽ അച്ഛൻ മരിച്ച വീട് പോലെ വിശാലത്തോടെ നടന്നുപോയേ മൊബൈൽ ഡാറ്റ
ദിവസവും രാവിലെയും വൈകുന്നേരവും റീചാർജ് ചെയ്ത് പാതിരാ സമയമാകുമ്പോൾ പാതിരാ സമയത്ത് 140 രാഷ്ട്രത്തുള്ള ഏതൊക്കെ പെണ്ണുങ്ങൾ തുണിയിറഞ്ഞ് ആടിയാലും സ്വന്തം കിടപ്പുറത്ത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ കണ്ട് എല്ലാ ആധുനിക രസവൈകൃതങ്ങളും തന്റെ ശരീരത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് പാതിരാ സമയമാകുമ്പോൾ പാതിരാ സമയത്ത് ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് മയങ്ങി വീണ് അതിൽ തലവെച്ച് കിടന്നുറങ്ങി രാവിലെ കിഴക്കിന്റെ ചക്രവാളത്തിൽ സൂര്യോദയം വന്നാൽ ആ സൂര്യോദയം പോലും തിരിച്ചറിയാതെ മധ്യാഹ്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന എന്റെ ആധുനിക യുവ സമൂഹത്തോട് ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മൾ പടിപടിയായി ദിവസവും നന്മയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഓ യുവത്വമേ, ഓർമ്മ വേണം, ഏത് ഏകാന്തതയുടെ വന്യതയിലും എന്നെ നിരീക്ഷിക്കുന്നവരുടെ മസ്തനുണ്ടെന്ന ബോധം വേണം. അങ്ങനെ നാം മാറിക്കഴിഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇന്നല്ലാഹ യുഹിബ്ബുൽ ശാബൻ യുഫ്നാ ശബാബൻ ഫീ ത്വഅത്തില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന്റെ യുവത്വത്തെ ചെലവഴിച്ചവനെയാണ് അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമാണത്രേ. പക്ഷേ ഇന്ന് നാം നിലകൊള്ളുന്നതും ഇടപെടുന്നതുമായ കാര്യാലയങ്ങളും കലാലയങ്ങളും ആധുനിക മുഴുവൻ സംവിധാനങ്ങളും തെറ്റിനനുകൂലമായി സാക്ഷി നിൽക്കുമ്പോൾ ദീനുൽ ഇസ്ലാമിന് പ്രതികൂലമായി നിൽക്കുകയാണെങ്കിലും ഏതാണെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലാ യസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. യുവസമൂഹം എത്ര ചീത്തയായാലും, യുവസമൂഹത്തിൽ യുവത്വം എത്ര ചീത്തയായാലും ഒരു വിഭാഗം ഇവിടെ ഹഖ് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ. ഈ ഹദീസിനെ നമ്മുടെ കേരളീയ സാഹചര്യത്തിലേക്ക് വെച്ചു കൊടുത്താൽ ഇവിടെയും നമുക്ക് ഒരു പറ്റം യുവത്വം ഹഖ് പറയാനുണ്ട്. അവരതാ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട്, അവരതാ എല്ലാ വഴികേടിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവരുടെ യുവത്വത്തിന്റെ ഊർജത്തെ മുഴുവനും സമുദായത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അവരുടെ യുവത്വത്തിന്റെ ഊർജം മുഴുവനും സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അവരാ സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മനുഷ്യത്വത്തിന്റെ ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നലകളിൽ അവരതാ മാനവ സഞ്ചാരവും നടത്തിയത് നാം കണ്ടോ. SYS എന്ന 3 അക്ഷരം നമുക്ക് പ്രതീക്ഷയാണ്. അവർ നമുക്ക് മാതൃകയാണ്. ആ സാത്വികരോടോരം ചേർന്ന് പ്രവർത്തിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് യുവത്വം എന്ന സുവർണകാലത്തെ അല്ലാഹുവിൻ്റെ ത്വഅത്തിലായി ചിലവഴിക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.